الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ما أصاب من مصيبة إلا بإذن الله ومن يؤمن بالله يهدي قلبه والله بكل شيء عليم. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ ചില മരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പറയും, ഒരസുഖം ഉണ്ടായിരുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പെട്ടെന്നാണല്ലോ, എന്ത് അറ്റാക്കാണോ എന്ന് ചോദിക്കാറുണ്ട്. സാധാരണ ഹൃദയാഘാതം മൂലമാണ് പലപ്പോഴും അപ്രതീക്ഷിതമായ മരണങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഹൃദയാഘാതം എന്നത് ഒരു നിമിഷത്തിൽ രൂപപ്പെട്ടു വരുന്നതല്ല. രക്തധമനികളിൽ വളരെ മാസങ്ങളോ വർഷങ്ങളോ എടുത്തുള്ള പ്രക്രിയകളിലൂടെ വന്നു ചേരുന്ന തടസ്സങ്ങളാണ് പലപ്പോഴും അതിന് കാരണമായി തീരുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും പരിരക്ഷ നൽകേണ്ടത് മറ്റേത് രോഗങ്ങളെക്കാളും ഹൃദയത്തിനാണെന്ന് ഒരുപക്ഷെ അങ്ങനെ ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കും. ശരിക്കും നിസ്സാരമായ ഏതെല്ലാം രോഗങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളുമൊക്കെ ഞാൻ ശ്രദ്ധിക്കേണ്ടതും പരിശോധിക്കേണ്ടതും പരിരക്ഷ നൽകേണ്ടതും ഹൃദയത്തിനായിരുന്നു എന്നൊരു പക്ഷേ അത്തരം മരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമ്മുടെ ഹൃദയം, അതാണ് സുഹൃത്തുക്കളെ എല്ലാറ്റിലും പ്രധാനം. നമ്മുടെ ഹൃദയത്തിൻ്റെ ജീവൻ, ഹൃദയത്തിൻ്റെ ശുദ്ധി, ഹൃദയത്തിൻ്റെ ശക്തി, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം. നമ്മുടെ ഹൃദയം ശക്തമാണെങ്കിൽ നമുക്ക് മറികടക്കാൻ കഴിയാത്തതൊന്നുമില്ല ജീവിതത്തിൽ എല്ലാം. പക്ഷെ ഹൃദയം ദുർബലമാണെങ്കിലോ മറ്റെന്ത് അനുകൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും നാം പരാജയപ്പെട്ടു പോകും, തോറ്റുപോകും. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രാധാന്യം ഹുവ അസാസുൽ ഹയാത്തി ഫിൽ ഇൻസാൻ, മനുഷ്യന്റെ ജീവിതത്തിന്റെ തറ എന്ന് പറയും. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിലനിൽക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അത് സാങ്കേതികമായി പറയുന്ന ഒരു കാര്യമല്ല. അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇതാ സ്വലഹ, അത് നന്നായാൽ സ്വലഹൽ ജസദ് കുല്ലു, എല്ലാം ശരീരം മൊത്തം നന്നായി. ഹൃദയം നന്നായ മതി. വ ഇദാ ഫസദത് ഫസദൽ ജസദ് കുല്ല, എന്നാൽ ആ ഹൃദയം തകരാറായാലോ
എല്ലാം തകരാറായി. അലാ വഹിയൽ ഖൽബ്, അറിയുക, അതാണ് ഹൃദയം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണത്. മാത്രമല്ല അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണെന്ന് ഹദീസ് കാണുന്നത്. അള്ളാഹ് എപ്പോഴും നമ്മളുടെ വ്യക്തിത്വത്തെ, നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുന്നത് അള്ളാഹു നമ്മുടെ ഹൃദയം നോക്കിയിട്ടാണെന്നാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വല അംവാലിക്കും വലകി യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത് എന്ന് ഇമാം മുസ്ലിമിന്റെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല നാളെ പരലോകത്ത് ഒരാൾ ചെല്ലുമ്പോ അയാൾ അവിടെ വിജയിക്കുന്നത് എങ്ങനെയാണ്? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്ത് കൊണ്ടോ മക്കളെ കൊണ്ടോ ഒന്നും ഉപകാരം കിട്ടാത്ത ഒരു ദിവസം. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഒരു ഹൃദയവുമായി വന്നവൻ മാത്രമുള്ളൂ പരലോകത്ത് രക്ഷപ്പെടുള്ളൂ എന്നാണ്. അപ്പൊ കൊണ്ടെല്ലേണ്ടത് സലീമായ. എന്താ സലീം? ഹൃദയത്തിന് സംഭവിക്കാൻ പാടില്ലാത്ത എന്തെല്ലാമുണ്ടോ, ഹൃദയത്തിൽ വരാൻ പറ്റാത്ത ദോഷങ്ങൾ എന്തെല്ലാമുണ്ടോ, ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത വിശ്വാസങ്ങൾ എന്തെല്ലാമുണ്ടോ, അതിൽ നിന്നെല്ലാം സുരക്ഷിതമായ ഹൃദയം, അതാണ് സലീം. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ഹൃദയം, അതൊന്നും ഏൽക്കാത്ത ബാധിക്കാത്ത സംശുദ്ധമായ ഹൃദയം, അതാണ് ഏറ്റവും വേണ്ടത്. എന്താണ് അങ്ങനെ ഒരു ഹൃദയത്തെ നിർമ്മിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ശക്തമാക്കാൻ, നമ്മുടെ ഹൃദയത്തെ ജീവസുറ്റതാക്കാൻ എന്താ വേണ്ടത്? ഒന്നാമത്തത് ഈമാനാണ് സുഹൃത്തുക്കൾ. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനം ഈമാനാണ്. അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന, അള്ളാഹിനെ മാത്രം ആരാധിക്കുന്ന, ഈമാനിന്റെ എല്ലാ വശങ്ങളും, സ്വർഗനരകങ്ങളും പരലോകവും സിറാത്തും എല്ലാം എന്തെല്ലാം വിശ്വസിക്കാൻ പറഞ്ഞു, ആ വിശ്വാസമെല്ലാം എത്ര നിഷ്കളങ്കമായും ശക്തമായും നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നുണ്ടോ അതാണ് അൽ അഖീദത്തു സ്വഹീഹ, ശരിയായ വിശ്വാസം. അതാണ് ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. മൻ യുഅ്മിൻ ബില്ലാഹ് യഹ്ദി ഖൽബ, ആരെങ്കിലും അള്ളാഹുവിൽ ശരിയായി വിശ്വസിക്കുകയാണെങ്കിൽ അള്ളാഹു അവന്റെ ഹൃദയത്തെ നേർവഴിയിലാക്കും. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമായി നേരെ നടക്കും. ഹൃദയം കൊണ്ട് എന്തൊക്കെ സംഭവിക്കണോ അതൊക്കെ നേരെ നടന്നു പോവാൻ നമുക്ക് ഈമാൻ ഉണ്ടായാൽ മതി എന്നാണ്. ഈ ആയത്ത് ഇതിന്റെ തുടക്കം മാ അസ്വാബ മിൻ മുസീബ, ഒരു വിപത്തും ബാധിക്കുന്നില്ല ഇല്ല ഇബീദിനില്ല. എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാന്റെ അനുമതി പ്രകാരം, അള്ളാന്റെ തീരുമാനപ്രകാരം സംഭവിക്കുന്നതാണ്. എന്നാൽ എന്തു തന്നെ സംഭവിച്ചാലും നമ്മുടെ ഹൃദയം വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബ, അല്ലാഹുവിൽ ഈമാനുണ്ടോ അവന്റെ ഹൃദയം അപ്പ ചെയ്യേണ്ടത് എന്താണെന്ന് അവന്റെ ഹൃദയത്തിന് അറിയും. അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നത് ആ ഹൃദയം അവനെ ആ പ്രതിസന്ധികളിൽ നിന്നും അവന് രക്ഷയുടെ ഒരു വഴി കാണിച്ചു കൊടുക്കാൻ ആ ഹൃദയത്തിന് പറ്റും. ഹൃദയം നേരായ ഒരു വഴിയിലേക്ക് അവനെ നയിക്കും. അതിനെന്താ വേണ്ടത്? ഈമാനാണ് സുഹൃത്തുക്കൾ. ശരിയായ വിശ്വാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി വേണ്ടത്. അപ്പൊ അഖീദത്തു സഹീഹ, ശരിയായ വിശ്വാസം. ശരിയായ വിശ്വാസം എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നെന്താ അറിയും? ഒരു ഉൾക്കാഴ്ച ഉണ്ടാവും. ഈമാനുള്ളവനൊരു ഉൾക്കാഴ്ച ഉണ്ടാവും. എന്തിനും, അവന്റെ ഭൗതിക വിഷയങ്ങളാണെങ്കിലും അവന്റെ ജീവിതത്തിലെ എന്ത് കാര്യമാണെങ്കിലും അതിലൊക്കെ അവനും ഒരു നല്ല ചിന്തയും വെളിച്ചം. കാരണം ഈമാനുള്ള ഹൃദയങ്ങളിൽ വെളിച്ചമുണ്ടാവും. നമ്മൾ വെളിച്ചത്തോടെ നടന്നു പോണതും വെളിച്ചമില്ലാതെ നട്ടപ്പായരക്ക് പോകുമ്പോൾ എന്താ സുഹൃത്തുക്കളെ അവസ്ഥ? അതേപോലെ എല്ലാറ്റിലും ഒരു വെളിച്ചം. ഈമാനുള്ള ഹൃദയമുള്ള ഒരുത്തൻ നടന്നു പോകുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ വിഷയങ്ങളിലും അതിലെ ശരിതെറ്റുകൾ കണ്ട് മുന്നോട്ട് പോവാനുള്ള വെളിച്ചം അവന്റെ ഹൃദയത്തിലുണ്ടാവും. മാത്രല്ല ആ ഈമാൻ ആ ഹൃദയത്തെ ശാന്തമാക്കും. അസ്വസ്ഥതയോടുകൂടെ ചിന്തിച്ചാകെ ടെൻഷനായി കിടക്കും. ആ ഈമാനിന്റെ ഫലത്തിൽ നിർഭയമായി സമാധാനത്തോടെ കിടക്കും. മാത്രല്ല ഈമാനിൽ നിന്നുണ്ടാകണതാണ് എന്തെങ്കിലും തവക്കുൽ. ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും ഹൃദയം അതിങ്ങനെ താങ്ങി നിൽക്കൂല. ഹൃദയം താങ്ങിയാൽ പൊട്ടിപ്പോവും സുഹൃത്തുക്കളെ, അറ്റാക്കായി പോകും. അപ്പൊ ഹൃദയം അത് താങ്ങൂല. ഹൃദയം വേഗം എന്ത് ചെയ്യുന്ന അവന്റെ ഈമാൻ അത് അള്ളാഹുവിലേക്ക് അവൻ വിടും. അവനത് കൊണ്ടുനടക്കൂല, അള്ളാഹുവിനെ ഏൽപ്പിക്കും. എന്നിട്ട് ശാന്തമായി നിൽക്കും. ഇതൊക്കെ ഈമാനാണ്. ഈമാനുള്ള ഹൃദയത്തിന് എവിടെയും മുന്നോട്ട് പോകാൻ പറ്റും. ആ ഈമാനാണ് അതിന്റെ ഏറ്റവും വലിയ ശക്തി. മാത്രല്ല ഏത് പ്രതിസന്ധികളെയും ഒരു കുലുക്കവുമില്ലാതെ നേരിടാൻ ഈമാനിന് പറ്റും. ഇപ്പൊ എല്ലാവരും പാടെ എന്നെ കൊല്ലാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ
ശത്രുക്കളെല്ലാം സംഘടിച്ചു എന്ന് പറഞ്ഞാൽ സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിക്കും, ശക്തി വർദ്ധിക്കും. അപ്പൊ ശരിയായ വിശ്വാസിക്ക് പ്രതിസന്ധി വരുമ്പോൾ അവന്റെ ഹൃദയം കൂടുതൽ അവനെ ഉറപ്പിച്ചു നിർത്തും. ആ ഹൃദയത്തിന്റെ ശക്തി വിശ്വാസത്തിലാണ്. അള്ളാഹുവിനെ കുറിച്ചറിഞ്ഞ് അള്ളാഹുവിൽ ശരിക്ക് വിശ്വസിച്ച് അവന്റെ ഏകത്വത്തെ മനസ്സിലാക്കി അവനിൽ അർപ്പിച്ച് ജീവിക്കാം. അള്ളാഹുവിന്റെ ശരിയായ മാർഗദർശനങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കാം. അപ്പൊ ഹൃദയം ഏറ്റവും നല്ല വഴിയിലാവും. ഹൃദയത്തിന്റെ എല്ലാ തീരുമാനങ്ങളും അള്ളാഹുവിന്റെ ഇച്ഛയനുസരിച്ചും അള്ളാഹുവിന്റെ താല്പര്യമനുസരിച്ചും ആയിത്തീരാം. ഈ അവസ്ഥ ഇല്ലാത്ത ഹൃദയത്തെ എങ്ങനെ മനസ്സിലാക്കാതെ അതും പറഞ്ഞു നിന്നിട്ട് എന്താ അറിയോ, ഇതില്ലാത്ത ഹൃദയത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന വഴി എന്ന് പറഞ്ഞാൽ നല്ലതൊന്നും മനസ്സിലാവില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ നല്ലതൊന്നും മനസ്സിലാവില്ല. ഹൃദയത്തിന് പൂട്ടിട്ട മാതിരി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, മനസ്സിലാകാത്ത ഹൃദയങ്ങൾ അങ്ങനെ ഉണ്ട്. ഒക്കെ വേണ്ടാത്തേ തോന്നും. നമ്മളെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി വീഴ്ത്തുന്ന അപകടങ്ങളെ ആ മനസ്സ് ചിന്തിക്കും. ഏത് പ്രതിസന്ധിയിലും വിപരീതങ്ങൾ മാത്രമേ തോന്നുള്ളൂ. അനുകൂലമായി ചിന്തിക്കേണ്ടതെല്ലാം അതിന് വിപരീതം ചിന്തിച്ച് മനസ്സ് തളർന്നു പോകും. ഹൃദയങ്ങളിലുള്ള നെഞ്ചിലുള്ള ഹൃദയത്തിനാണ് അന്ധത ബാധിച്ചത്. ഹൃദയം നല്ലതൊന്നും തിരിയാതെ നല്ലതൊന്നും മനസ്സിലാകാതെ പോകുന്ന ഒരവസ്ഥ. അം അല ഖുലൂബിൻ അക്ഫാലുഹ, ഹൃദയത്തിന് പൂട്ടിട്ടിരിക്കുകയാണോ എന്ന് പറയും. എന്നാൽ വിശ്വാസം അങ്ങനെയല്ല. വിശ്വാസം എങ്ങനെയെന്ന് വെച്ചാൽ അവന് ഗുണമുള്ളത് കേട്ടാൽ സ്വീകരിക്കാൻ അവന്റെ ആ നല്ല ഹൃദയത്തിന് പറ്റും. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വാസികൾ ഒരു കൂട്ടം ആളുകൾ മാത്രമാണ്. അല്ലാഹനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾ വിറക്കും, അത് സ്വീകരിക്കും. എല്ലാ നന്മയെയും സ്വീകരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് സുഹൃത്തുക്കൾ. രണ്ടാമത്തെ അത് ഈമാൻ ഉണ്ടാവുക കേട്ടോ, ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ, ജീവൻ നൽകാൻ. രണ്ടാമത്തെ ആവശ്യം ഹൃദയം തെറ്റായ വഴിയിലേക്ക് പോവാതെ ഹൃദയത്തെ ശരിയിൽ ഉറപ്പിച്ചു നിർത്തുക. ഹൃദയത്തിന് അങ്ങനെ ഏത് സന്ദർഭത്തിലും നമ്മൾ അപകടകരമായ വഴിയിലേക്ക് പോകാം. ഇന്നലെ വരെ നിസ്കരിച്ചോൻ എന്താ നിസ്കരിച്ചിട്ട് ചോദിക്കും. നിമിഷങ്ങളെ കൊണ്ട് മനസ്സ് മാറും. അവന്റെ മനസ്സിന്റെ അതുകൊണ്ടാണ് ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുന്നത്, മനുഷ്യന്റെ ഹൃദയത്തെക്കുറിച്ച് പറയില്ല, കൽബിബ്നി ആദം അശദ്ദുൻ ഖിലാബൻ മിനൽ ഖിദർ. റസൂലുള്ളാഹി പറയാണ്, ചട്ടിണ്ടല്ലോ അതിങ്ങനെ നല്ല ചൂടത്ത് വെച്ച് തിളക്കണ പോലെ തിളക്കും ഏത് ഹൃദയം എന്നാണ്. ഇതച്ചിത്തമാഅത്ത കല്യൻ തിളച്ചു മറിയും എല്ലാം. എന്താണ് എന്താ, എത്രയും പെട്ടെന്ന് അവന്റെ ഹൃദയങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമാകും. എന്താ ചിന്തിക്കുന്നു അറിയില്ല. ഒരു നിമിഷം കൊണ്ട് ആത്മഹത്യക്ക് തോന്നിയത് എന്തേ? ഒറ്റ നിമിഷം കൊണ്ട് മനസ്സിന് മാറാൻ സെക്കൻഡ് മതി സുഹൃത്തുക്കൾ. ആ മനസ്സിനെ മാറ്റങ്ങൾക്ക് വിധേയമാകാതെ പിടിച്ചു നിർത്താൻ. യാ മുഖല്ലിബൽ ഖുലൂബ് ദബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു കാര്യം അതാണ്. അവിടെ ഹൃദയം മാറ്റം വരാതെ നന്മയിൽ ഉറപ്പിച്ചു നിർത്താൻ നാം പരിശ്രമിക്കണം. എന്തും അങ്ങനെയല്ല. നമ്മുടെ വീട് കേടിരാതിരിക്കണേ നമ്മളതിന്റെ മെയിൻ്റനൻസ് നടത്തണേ സുഹൃത്തുക്കൾ, വൃത്തിയാക്കണ്ടേ, എല്ലാം ചെയ്യണ്ടേ. അപ്പോൾ എപ്പോഴും ഹൃദയത്തിനൊരു പരിരക്ഷ നൽകി സൂക്ഷിക്കണം. പിന്നെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ പാപങ്ങളാണ്. ഒരു പക്ഷേ ഈ തെറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ആ തെറ്റിന്റെ നൈമിഷികമായ ഒരു ആസ്വാദനത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. ആ തെറ്റിലിങ്ങനെ നിൽക്കുന്ന സമയത്തൊരു സുഖം ഉണ്ടാവും, ആ സുഖം മാത്രമേ ആലോചിക്കുള്ളൂ. എന്നാൽ സത്യം പറയുകയാണെങ്കിൽ ആ ഒരു സുഖത്തിന് വേണ്ടി അവൻ എത്രമാത്രം മാനസിക പ്രയാസങ്ങൾ, ഹൃദയത്തിൽ എത്രമാത്രം ആശങ്കകളും ഭയവും ദുഃഖവും ഖേദവും എത്രത്തോളം അനുഭവിക്കണമെന്നറിയും. മനുഷ്യന്റെ മനസ്സിനെ തകർത്ത് കളയുന്നതാണ് ദുഃഖം, അതേപോലെ തന്നെ ഖേദം, ഭയം. ഇതൊക്കെ മനസ്സിനെ എത്ര ശക്തമായി തകർത്ത് കളയുന്നറിയങ്ങൾ. അതൊക്കെയല്ലേ മനസ്സിനെ ബാധിക്കുന്ന കാര്യം. ഇതൊക്കെ മനുഷ്യനെ ബാധിക്കുന്നത് തെറ്റുകൾ ചെയ്യുന്ന സന്ദർഭം. പാപങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാ? തെറ്റ് പാപങ്ങൾ എല്ലാവർക്കും സംഭവിക്കും. വല്ലദീ നഫ്സി ബിയദിഹി ലൗ ലം തുദ്നിബു ലദഹബല്ലാഹു ബിക്കും. ഒരു തെറ്റും ചെയ്യാതെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അല്ലാഹു നശിപ്പിച്ച് കളയും. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടാവില്ല എന്നർത്ഥം. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളും എന്തില്ല ഇവിടെ ഉണ്ടാവില്ല. എന്നിട്ട് പറയാണ് വലജാഅ ബിഖൗമിൻ യുദ്നിബൂൻ,
എന്നിട്ട് അള്ളാഹ് അവരെ കൊണ്ടുപോയിട്ട് തെറ്റ് ചെയ്യുകയും അള്ളാഹുവോട് പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ തെറ്റ് നമ്മളെത്തൊക്കെ സംഭവിക്കും. പക്ഷെ സുഹൃത്തുക്കളെ, ആ തെറ്റിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധമാക്കണം. ഈ നന്മകൾ ചെയ്യുമ്പോൾ മനസ്സ് വെളുത്തു വരുന്നതാണ്, സഫാ മലയെ പോലെ വെളുത്തു വരും. എന്നാൽ തെറ്റുകൾ ചെയ്യുമ്പോൾ മനുഷ്യന്റെ മനസ്സുകൾ കറുത്തു വരും. അപ്പൊ എന്താ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യും. തൗബ വിജയമാണെന്ന് ഖുർആൻ പറഞ്ഞ അതുകൊണ്ടാണ്. തെറ്റുകളിൽ നിന്ന് മുക്തമാകുന്ന ഒരു ഹൃദയം നമുക്ക് തരുന്ന ഒരു അനുഭൂതിയുണ്ട്. നമുക്ക് തരുന്നൊരു അനുഭൂതി, ഇത് വല്ലാത്തൊരു അനുഭൂതിയാണ് സുഹൃത്ത്. നമ്മളെ കാറൊന്ന് തുടച്ചാൽ, അല്ലെങ്കിൽ വീടൊന്ന് തുടച്ചാൽ, അല്ലെങ്കിൽ കണ്ണടന്റെ ചില്ലൊന്ന് തുടച്ചാൽ നമുക്ക് കിട്ടുന്ന അപ്പോഴത്തെ ആ വൃത്തിയിലൊരു സന്തോഷം അതിനേക്കാളും എത്രയോ വലുതാണ് ഹൃദയം ഒന്ന് തുടച്ചാണ്ടാകുക. ഹൃദയം ഒന്ന് തുടക്കുക, കറകളൊന്ന് തുടക്കാൻ നമ്മൾ സമയം കണ്ടാൽ തുബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ വതുബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. ഏ വിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും. അല്ലാഹു ഉറപ്പ് തരാണ്, വിജയിക്കുമെന്ന പറഞ്ഞു. പാപരഹിതമായ ഒരു ഹൃദയം അത് മനുഷ്യന് വിജയം സമ്മാനിക്കും. അവിടെ ഹൃദയത്തിന്റെ പരിരക്ഷയിൽ ഹൃദയത്തെ നന്നാക്കി നിർത്താൻ നമ്മൾ ഏറ്റവും ശ്രമിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നെന്താ അറിയോ? നമ്മുടെ ഹൃദയം പാപവിമുക്തമാകാൻ ചെയ്തു പോയ തെറ്റുകൾ തൗബ ചെയ്യുക, തെറ്റുകൾ സംഭവിക്കാതെ പരമാവധി സൂക്ഷിക്കുക. മാത്രമല്ല സുഹൃത്തുക്കളെ, ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്. ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്. ആ തത്ഗീറുൽ ഖൽബ് മിനൽ ആഫാത്ത്, അത്തരം ഹൃദയത്തെ അപകടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുക എന്നുള്ളതാണ്. അത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ദുൽ ഖൽബിൽ മഖ്മൂം, മഖ്മൂമായ ഹൃദയത്തിന്റെ ഉടമസ്ഥനാണ് നിങ്ങൾ ഏറ്റവും ഉത്തമൻ. വൽ ലിസാനി സ്വാദിഖ്, ഏറ്റവും സത്യസന്ധമായ നാവ്. ഇത് രണ്ടുള്ളവരാണ് നിങ്ങൾ ഏറ്റവും ഉത്തമൻ. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പറഞ്ഞു, എനിക്ക് ഈ ലിസാനു സ്വാദിഖ് മനസ്സിലായി. എന്നാൽ മൽ ഖൽബുൽ മഖ്മൂം, മഖ്മൂമായ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞു, ഹുവ തഖിയ്യുൻ നഖിയ്യു അല്ലദീ ലാ ഇത്മ ഫീഹി വലാ ബഗിയ വലാ ഹസദ്. നല്ല സംശുദ്ധമായ തഖ്വയുള്ള, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, നന്മ പ്രവർത്തിക്കാൻ പ്രചോദനം നൽകുന്ന സംശുദ്ധമായ മനസ്സ്. പാപമില്ലതിൽ, അതിക്രമമില്ല, അസൂയയില്ല. ഏറ്റവും വലിയ ഹൃദയത്തിനെ ഏറ്റവും അധികം ബാധിക്കുന്ന രോഗം എന്ന് പറഞ്ഞാൽ അസൂയാണ്. അസൂയല്ലാത്ത ആരുമില്ല എന്നാണ്. എല്ലാവർക്കും അസൂയുണ്ടെന്ന്, എല്ലാവർക്കും അസൂയുണ്ടെന്ന്. പക്ഷെ ആ അസൂയ, നല്ല മനുഷ്യൻ ആ അസൂയയെ എന്ത് ചെയ്യുന്നു? അവൻ അടക്കി വെക്കുന്നു. അവന്റെ വിശ്വാസം കൊണ്ടും ഈമാൻ കൊണ്ടും അവൻ അടക്കി വെക്കുന്നതാണ് അസൂയ. മറ്റുള്ളവൻ എന്തെങ്കിലും ഗുണം കിട്ടിയാൽ അതുകൊണ്ട് ഇടങ്ങേറാക മനസ്സ്. വേറുള്ളവൻ എന്തെങ്കിലും ഒരു സുഖം വന്നാൽ ഇടങ്ങേറാക മനസ്സ്. അവൻ അള്ളാഹ് വിധിച്ചതല്ലേ. അള്ളാഹുവിന്റെ വിധിയിൽ നമ്മൾ എന്തിന് സുഹൃത്തുക്കളെ അതൃപ്തി കാണിക്കണം? അതാണ് ഹൃദയത്തിൽ അസൂയയാണ് ഏറ്റവും വലിയ രോഗം. നമ്മുടെ മനസ്സിനെ നശിപ്പിച്ച് കളയുന്ന രോഗമാണ്. മൻ റളിയ ബി ഖളാഇല്ലാ ലം യസ്ഖുതുഹ, അള്ളാന്റെ ഖളാവിൽ തൃപ്തിയുള്ള ഒരുത്തൻ വേറൊരുത്തന്റെ കാര്യത്തിൽ ഒരു വിഷമവും അവനുണ്ടാവില്ല. വമൻ ഖനഅ ബി അതാഇഹി, അള്ളാഹ് നൽകിയതിൽ സംതൃപ്തിപ്പെടുന്ന ഒരുത്തന് ഒരിക്കലും ലം യദ്ഖുൽഹു ഹസദ്, അവൻ അസൂയ ഉണ്ടാവില്ല. ഞമ്മക്ക് അള്ളാഹ് തന്നീര് നമ്മൾ സംതൃപ്തിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ വേറുള്ളവനെ ഏത് കോലത്തിൽ കണ്ടാലും. അതുകൊണ്ടാണ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്നും നമ്മൾ ചെല്ലണില്ലേ? എല്ലാ ദിവസവും എത്ര പ്രാവശ്യം നമ്മൾ ആ സൂറത്ത് ഓതേണ്ട സുഹൃത്തുക്കളെ. കാരണം മറ്റുള്ളവന്റെ അസൂയ പോലും നമ്മുടെ ജീവിതത്തെ അത്രമാത്രം പ്രയാസപ്പെടുത്തും എന്നാ പറഞ്ഞു. ഈ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അസൂയ എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നല്ല മനുഷ്യന്മാരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ അസൂയയെ എന്ത് ചെയ്യും? അടക്കി വെക്കും. എന്നാൽ അല്ലാത്ത ആളുകൾ ആ അസൂയ എന്ത് ചെയ്യും? പ്രകടിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വലാ തഹാസദു, നിങ്ങൾ അസൂയ കാണിക്കരുത്. വകൂനു ഇബാദുല്ലാഹി അഖ്വാന, നിങ്ങൾ അള്ളാഹുവിന്റെ പരസ്പര സഹോദരങ്ങളായ നല്ല അടിമകളായി തീരുക എന്ന് ഉപദേശിക്കുന്നുണ്ട്. അതേപോലെ അവസാനത്തെ അഞ്ചാമത്തെ കാര്യം, നമ്മുടെ ഹൃദയത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ട അഞ്ചാമത്തെ കാര്യം തൃപ്തിയാണ്. എല്ലാറ്റിനും തൃപ്തി. നമ്മുടെ ദാമ്പത്യത്തിൽ തൃപ്തി, മക്കളെ കാര്യത്തിൽ തൃപ്തി, നമ്മുടെ വരുമാനത്തിൽ തൃപ്തി, ആരോഗ്യത്തിൽ തൃപ്തി. ഇന്നെപ്പോലെ സൗഭാഗ്യമുള്ള ഒരാളുണ്ടോ എന്ന് മനസ്സ് ചിന്തിക്കുന്ന അബൂദറിനോട് നബി ചോദിച്ചു, യാ അബാദർ അതറാ കസ്റത്തുൽ മാൽ വൽ ഗിന, കുറേ പൈസ ഉണ്ടാകലാണോ അബൂദറിന്റെ സമ്പന്നത എന്നാണോ നീ വിചാരിക്കുന്നത്? കുറേ പൈസ ഉള്ളവനാണ് സമ്പന്നം
സമ്പന്നതയുള്ളവൻ എന്ന് വിചാരിക്കുന്നുണ്ട്. ഖുൽതുനാം യാ റസൂലല്ലാഹ്, റസൂൽ അതെന്നെ പൈസ കുറേയുള്ള ആളെന്നല്ലേ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നബി ചോദിച്ചു ഫതറ കില്ലത്തൽ മാലി ഹുവൽ ഫഖർ, അപ്പൊ പൈസ ഇല്ലാത്തവനാണ് ദരിദ്രൻ എന്ന് നീ വിചാരിക്കുന്നു, നീ കാണുന്നുണ്ടോ? നാം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ. നബി പറഞ്ഞു ഇന്നമൽ ഗിനാ ഗിനൽ ഖൽബ്, എന്നാൽ അബൂദർറെ സമ്പന്നത എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ സമ്പന്നതയാണ്. വൽ ഫഖർ, ദാരിദ്ര്യം എന്ന് പറയുന്നത് ഫഖറുൽ ഖൽബ്, ഹൃദയത്തിന്റെ ദാരിദ്ര്യമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്കൊക്കെ സെക്കൻഡ് കൊണ്ട് മുതലാളിമാരാവാം. എങ്ങനെ? സമ്പന്നരായെങ്കിൽ. ഞാൻ വളരെ സുഖത്തിലാണ്, എനിക്കെല്ലാം സംതൃപ്തകരമായി ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സു പറയുന്ന നിമിഷം നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. എന്നാൽ അതിൽ സംതൃപ്തനല്ലെങ്കിലോ, നമ്മൾ കോടികളുടെ വീട്ടിൽ താമസിച്ചാലും നമ്മൾ ദരിദ്രനാണ്, നമ്മൾ ഫക്കീറാണ്. എന്താ? ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ജീവിക്കണമെന്നല്ലോ ഫക്കീർ എന്ന് പറയാം. ഉണ്ടല്ലോ എന്ന് വിചാരിക്കാൻ മനസ്സിന് പറ്റുമ്പോഴാണ് മനസ്സിന്റെ പിശുക്കുന്ന ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അവരാകുന്നു വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സുഹൃത്തുക്കൾ. മാത്രമല്ല, നമ്മൾ മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടി, മനസ്സിന്റെ സംശുദ്ധിക്ക് വേണ്ടി അള്ളാഹുവോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നമുക്ക് കൽബൻ സലീമൻ, നബി പ്രാർത്ഥിച്ചിരുന്നു. കൽബൻ സലീമൻ, അള്ളാഹുവെ സലീമായ ഒരു ഹൃദയത്തെ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അപ്പൊ ആത്മാർത്ഥമായി നല്ലൊരു ശക്തമായ ഒരു ഹൃദയത്തിന് വേണ്ടി, ഈമാനുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി, സംശുദ്ധമായ ഒരു ഹൃദയത്തിന് വേണ്ടി, പാപമുക്തമായ ഒരു ഹൃദയത്തിന് വേണ്ടി, എല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന ഈമാനുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി, ആ ഹൃദയത്തിന്റെ ശക്തിയാൽ, ആ ഹൃദയത്തിന്റെ ശുദ്ധിയാൽ, ആ ഹൃദയത്തിന്റെ ജീവനാൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നാളെ പരലോകത്ത് ആ ഹൃദയത്തിന്റെ പരിശുദ്ധിയാൽ സ്വർഗം നേടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഷെയ്ഖ് സാലിഹ് ബിൻ ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രം നിന്നോട് സൗഹൃദം കാണിക്കുന്ന ആളാണോ ഒരാൾ എങ്കിൽ അവൻ നിന്റെ ശത്രുവാണ്, അവൻ നിന്റെ മിത്രമല്ല. എന്തേലും കാര്യം കിട്ടുന്ന സമയത്ത് മാത്രം ലോഹ്യം മനസ്സിലാക്കുക. എന്തെങ്കിലും ഉപകാരം കിട്ടുന്ന സമയമാകുമ്പോൾ ബന്ധങ്ങളൊക്കെ വിളിച്ച് എല്ലാം റെഡിയാക്കി. ആ ഉപകാരങ്ങൾ കഴിഞ്ഞാലോ പിന്നെ വൈക്കില്ല. അവൻ നിന്റെ ശത്രുവല്ല, അവൻ യഥാർത്ഥത്തിൽ അവൻ നിന്റെ മിത്രമല്ല, അവനാണ് നിന്റെ യഥാർത്ഥത്തിലുള്ള ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഹൃദയം എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് മനസ്സിലാക്കാൻ അത് മതി. മനുഷ്യന്റെ എല്ലാ നന്മയും ആ ഹൃദയത്തിൽ. ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത് അവന്റെ കുപ്പായവും ടൈയും ഷൂവും സോക്സും നോക്കിയിട്ടല്ല. ഒരു സെക്കൻഡ് നേരം അവൻ്റെ ഒപ്പം നിന്നാൽ അവന്റെ പെരുമാറ്റം നമുക്ക് മനസ്സിലാവും. നമ്മൾ പരസ്പരമുള്ള എല്ലാ ബന്ധങ്ങളിലും പെരുമാറ്റങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളാണ് വിലയിരുത്തപ്പെടുന്നത്. നമ്മുടെ ഹൃദയങ്ങൾ വെച്ചാണ് നമ്മുടെ വ്യക്തിത്വം അളക്കപ്പെടുന്നത്. അതുകൊണ്ട് ഹൃദയത്തിന്റെ പരിശുദ്ധി നമ്മുടെ വ്യക്തിത്വത്തിന്റെ മഹത്വമാണ്. എവിടെയും ജീവിതത്തിൽ ആ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കാം. അള്ളാഹുവിന്റെ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നു പോയ തെറ്റുകളെ ഞങ്ങൾ ഇതിന് പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാൻ. കൂടുതൽ ഈമാനോടുകൂടെ, പരിശുദ്ധമായ ഹൃദയത്തോടുകൂടെ, സലീമായ ഹൃദയത്തോടുകൂടെ നിന്നെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ അടിമകളിൽ അള്ളാഹു ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്നാണ്. എല്ലാ തെറ്റുകളെയും ഞങ്ങൾക്ക് പുറത്തു തന്ന് ഞങ്ങളുടെ ഹൃദയത്തെ സംശുദ്ധമാക്കണമേ റഹ്മാൻ. ഞങ്ങളോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട എല്ലാ ആളുകളുടെയും പ്രതിസന്ധികളെയും രോഗങ്ങളെയും പ്രയാസങ്ങളെയും നീ നീക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹു നാളെ പരലോകത്ത് നിന്റെ വിചാരണയിൽ സ്വർഗം ലഭിക്കുകയും നരകത്ത് മോചനം ലഭിക്കുകയും ചെയ്ത് ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. വിശുദ്ധ ഖുർആന്റെ ശരിയായ അറിവുകളെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനുള്ള അവസരങ്ങളും സന്നദ്ധതയും ഈമാനും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി.